വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീറോ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി സീറോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തന്നേക്കുന്ന ഒരു പോളിനോമിയൽ, ഓക്കെ, 2x² - 3x - 2 ഇതാണ് ഒരു പോളിനോമിയൽ തന്നേക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ അതിൻ്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. ഓക്കെ, ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c. ഓക്കെ, ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമായിട്ട് നമ്മൾ തന്നേക്കുന്ന ഇക്വേഷൻ കമ്പയർ ചെയ്യാം. ഇനി ഈ ഇക്വേഷനിൽ അപ്പോൾ ഈ a b c ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? ഇവിടെ a = 2 ആണ്. ഓക്കെ, x² ഫ്രണ്ടിൽ കിടക്കുന്നതാണ് a. അതുപോലെ ബിയുടെ വാല്യൂ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ഫ്രണ്ടിൽ -3 ആണ്. അപ്പോൾ സൈൻ മറക്കരുത്, മൈനസും പ്ലസ്സും ഉള്ളതൊക്കെ മാറിപ്പോകരുത്. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ -2 ആയിരിക്കും. ഓക്കെ, എക്സ് ഒന്നും ഇല്ലാതെ കിടക്കുന്നതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ -2 ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്നൊക്കെ നിങ്ങൾ പഠിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ എന്നാണ് അതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഇത് സെയിം കാര്യം തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ ചെയ്യും. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ 2 നമ്പർ കണ്ടുപിടിക്കണം. ആ 2 നമ്പറിൻ്റെയും സം എന്ന് പറയുന്നത് ഈ ബിയുടെ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതുപോലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, ആ 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് a × c ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ -3 ആയിരിക്കണം. പ്രൊഡക്റ്റ് എന്തായിരിക്കണം? a × c. a എന്ന് പറഞ്ഞാൽ 2, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2. അപ്പോൾ 2 × -2 അതായത് -4. അപ്പോൾ അങ്ങനത്തെ 2 നമ്പറാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ സമ്മ് -3 ആയിരിക്കണം, പ്രോഡക്റ്റ് -4 ആയിരിക്കണം. അപ്പോൾ ഇത് ഈസിയാണ്, കാരണം ഒരു നമ്പർ -4ഉം മറ്റേ നമ്പർ +1 ആയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ്? -4 + 1 എന്ന് പറഞ്ഞാൽ -3 കിട്ടും. -4 × 1 എന്ന് പറയുമ്പോൾ -4 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിനി ചെയ്യുക, ഈ തന്നേക്കുന്ന ഇക്വേഷനെ അതിൻ്റെ ഈ മിഡിൽ ടേമിനെ നമ്മളത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, അപ്പോൾ 2x² അതുപോലെ -2 ലാസ്റ്റ് ഉള്ളത്, അത് രണ്ടും മാറ്റം വരില്ല. പകരം ഈ -3x നമ്മൾ എന്ത് എഴുതും? ഈ -4ഉം 1ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ -4x + x 1x ആണ് x എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ -4x + x എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഫസ്റ്റ് 2 ടേം കൺസിഡർ ചെയ്യണം, അതുപോലെ ഈ 2 ടേമും കൺസിഡർ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത്, ഓക്കെ, കോമൺ ആയിട്ടുള്ള ടേംസ് എടുക്കുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 2ലും എക്സ് കോമൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് പുറത്തെടുക്കാം, അതുപോലെ 2ലും 2 കോമൺ ആണ്. കോമൺ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ആ 2ഉം എക്സും, അപ്പോൾ 2x എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് 2x പോയി കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് 2x പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്താ ഉള്ളത്? ഒരു x ആണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, 2x², സംശയമുള്ളവർ എഴുതി തന്നെ ചെയ്ത് നോക്കാം. 2x² / നമ്മൾ ഈ കോമൺ എടുത്തേക്കുന്ന 2x ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് പറ്റും? 2 കട്ട് ചെയ്ത് പോകും. x² / x എന്ന് വരുമ്പോൾ x എന്ന് മാത്രം വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ x എന്ന് എഴുതും. ഇനി അടുത്തത് -4x / 2x ചെയ്യാം. ഓക്കെ, ഇവിടെ 2x ഉണ്ട്. അപ്പോൾ ഈ എക്സും കട്ട് ചെയ്യും. -4 / 2 വരുമ്പോൾ -2 എന്ന് വരും. അപ്പോൾ ഇവിടെ x - 2. ഓക്കെ, ഇനി അടുത്ത ടേമിൽ നമുക്ക് കോമൺ ഒന്നുമില്ല. ഇവിടെ എക്സും -2 ആണ്. അപ്പോൾ കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ കോമൺ ആയിട്ട് ഒന്നുമില്ലെങ്കിൽ 1 എന്ന് എടുക്കുക. അപ്പോൾ 1 × x - 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കുമ്പോൾ ഇവിടെ x - 2 ഉണ്ട്, ഇവിടെ x - 2 ഉണ്ട്. അപ്പോൾ നമ്മളത് കോമൺ ആയിട്ട് പുറത്തെടുക്കണം. അപ്പോൾ x - 2 × പിന്നെ അവിടെ ബാലൻസ് വരുന്ന എന്താണോ ആ ടേം എഴുതാം. ഓക്കെ, അപ്പോൾ ബാലൻസ് വരുന്നത് എന്താ? 2x + 1. ഓക്കെ, അപ്പോൾ x - 2 × 2x + 1. അപ്പോൾ ഇത് നമുക്ക് ഈ പോളിനോമിയൽ, ഓക്കെ, ഈ പോളിനോമിയൽ = 0 എന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്താവുന്നത്? ആ എക്സിൻ്റെ വാല്യൂ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് =0 ആവണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ x - 2 = 0 ആവണം, ഇല്ലെങ്കിൽ 2x + 1 = 0 ആവണം. ഓക്കെ, അപ്പോൾ x - 2 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? x = 2 എന്ന് എഴുതാം. അല്ല, ഇവിടെ നിന്നാണെങ്കിലോ
2x ഈക്വൽ ടു -1. അപ്പോൾ x ഈക്വൽ ടു -1/2. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. ഈ എക്സിന് 2 എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 0 എന്ന് വേണം വരാനായിട്ട്. ഓക്കെ, ഇനി ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. അത് എപ്പോഴും പലർക്കും അത് ചെയ്യാൻ ചിലപ്പോൾ പറ്റാറില്ല. അപ്പം അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ക്വാഡ്രാറ്റിക് ഫോർമുല, ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ക്വാഡ്രാറ്റിക് ഫോർമുല എന്നുള്ളൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. അപ്പോൾ അതിലൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫോർമുല മാത്രം ഇവിടെ ചെയ്യാം, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കാണിക്കാൻ. ഇപ്പോൾ x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ എന്താണ്? -3 ആണ് ബിയുടെ വാല്യൂ. അപ്പോൾ -3 പ്ലസ് ഓർ മൈനസ് √b എന്ന് പറയുമ്പോൾ -3 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a ഇൻറ്റു സി. ഓക്കെ, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? -3 എന്ന് പറയുമ്പോൾ +3 എന്ന് വരും. പ്ലസ് ഓർ മൈനസ് -3² 9 ആണ്. -4 ഇൻറ്റു 2 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 എന്ന് വരും. അപ്പോൾ 16 വരും. ഓക്കെ, അപ്പോൾ 9 + 16 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്താണ്? 3 പ്ലസ് ഓർ മൈനസ് √25 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഈക്വൽ ടു √25 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 3 പ്ലസ് ഓർ മൈനസ് 5/4. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 0 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ 0 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 0 കിട്ടും. അതായത് x ഈക്വൽ ടു 3 + 5/4 ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നത്? 3 + 5 8, 8/4 2. അപ്പോൾ x ഈക്വൽ ടു 2 എന്ന് കിട്ടി. രണ്ടാമത്തെ സൊല്യൂഷൻ x ഈക്വൽ ടു 3 - 5/4 എന്ന് ചെയ്യുക. 3 - 5 എന്ന് പറയുമ്പോൾ -2 വരും. -2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1/2. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടി. x ഈക്വൽ ടു 2, അതുപോലെ x ഈക്വൽ ടു -1/2. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തപ്പോഴും കിട്ടുന്നത്. ഓക്കെ, ഏത് മെത്തേഡ് യൂസ് ചെയ്താലും സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യുന്നതാണ് ഫാസ്റ്റർ. ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് ആ 2 നമ്പർ കിട്ടുവാണെങ്കിൽ, ഇതുപോലെ -4 1 എന്നുള്ള നമ്പേഴ്സ് പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ ഇത് ചെയ്യുന്നതായിരിക്കും സ്പീഡ് കൂടുതൽ. അതല്ല, ആ നമ്പേഴ്സ് കിട്ടാൻ പാടുണ്ടെങ്കിൽ നേരെ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് പോളിനോമിയൽസിലുള്ള ഫോർമുലയല്ല, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലുള്ള ഫോർമുലയാണ്. പക്ഷെ നമുക്ക് ഇവിടെ ആ സെയിം ഫോർമുല യൂസ് ചെയ്താലും ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾക്കുള്ള ടൈം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. 0 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഇനി വരുന്നത് ആ സീറോസും ഈ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഈ ABC-യുടെ വാല്യൂ ആണ്. ആ സീറോസും കോഎഫിഷ്യൻസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.